നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ അധ്യാപന ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള ഒരു പ്രത്യേക അനുഭവം എല്ലാവരുമായും പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാ അമ്മമാരും കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഇതെല്ലാവരുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. സംഭവം നടക്കുന്നത് 2016 6-7 വർഷം മുമ്പ് ദുബായ് സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് കേട്ടോ ഈ സംഭവം ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ മദർ ടീച്ചറായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ഗ്രേഡ് 1-ലായിരുന്നു. അപ്പോൾ ആ സ്കൂളിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. കാരണം അത്രയും ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്കൂളായിരുന്നു അത്. നമ്മുടെ നാട്ടിലൊന്നും നമുക്ക് അത്തരം ഒരു സ്കൂള് കാണാൻ സാധിക്കില്ല. നമ്മുടെ നാട്ടിലൊക്കെ നമുക്കറിയാം 3-4 നില കെട്ടിടങ്ങളാണ് സ്കൂളുകൾ. വളരെ ഭാരം ചുമന്നിട്ട് വേണം കുട്ടികൾക്ക് അവരുടെ ക്ലാസ്സിലേക്ക് പോകാനായിട്ട്. പക്ഷേ ഈ സ്കൂള് പ്രത്യേകിച്ച് 1-ാം ക്ലാസ് ഒരു സെപ്പറേറ്റ് സെക്ഷനിലാണ്, 2-ാം ക്ലാസ് വേറെ സെക്ഷനിലാണ്, 3-ാം ക്ലാസ് വേറെ സെക്ഷനിലാണ്. അങ്ങനെയാണ് സ്കൂളിൽ. കാരണം 10,000-ഓളം പിള്ളേർ പഠിക്കുന്ന വലിയൊരു സ്കൂളായിരുന്നു അത്. 1-ാം ക്ലാസ്സിൽ തന്നെ 500 കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. 36 മറ്റോ ഡിവിഷൻ ഉണ്ടായിരുന്നു 1-ാം ക്ലാസ്സിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. എൻ്റെ ക്ലാസ് വന്നിട്ട് 1X ആയിരുന്നു. അപ്പോൾ 36 ഡിവിഷൻ എന്ന് പറയുമ്പോൾ 1A 1B 1C അങ്ങനെയും കഴിഞ്ഞ് 1Z കഴിഞ്ഞിട്ട് 1AA 1AB അങ്ങനെ 1AH വരെയും ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ക്ലാസ്സിൽ 25 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവിടെ അങ്ങനെയാണ് നിയമം. 25 കുട്ടികളെ തന്നെയാണ് ഒരു ടീച്ചർക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ നാട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട്. നാട്ടിലെ സ്കൂളുകളിൽ ചില സ്കൂളുകളിൽ 10-40 പിള്ളേരൊക്കെയാണ്. CBSE സ്കൂളുകളുടെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. ഞാൻ CBSE സ്കൂളിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ടീച്ചർക്ക് 40 കുട്ടികളെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് ആരും മനസ്സിലാക്കില്ല. പാരൻസൊക്കെ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഞാനത് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരം ഉണ്ടാവണമെന്നില്ല. എങ്കിലും ഒരു ടീച്ചറായി 10 വർഷം ജോലി ചെയ്തതിൻ്റെ ഒരു അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. ഒരു ടീച്ചർക്കും 40 കുട്ടികളെയും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യം. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കട്ടെ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ അത്തരത്തിലുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്കൂളായിരുന്നു അത്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറിത്തോട്ടമാണ് കാണാൻ സാധിക്കുക. 2 സൈഡ് ചുമരും പുറം പിൻവശത്ത് ഗ്ലാസ്സുമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ കൂടെ നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് നല്ല പച്ചക്കറിത്തോട്ടമാണ് കാണാൻ സാധിക്കുക. സ്കൂളിലെ കുട്ടികളും അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരും വെച്ച് പിടിപ്പിച്ചിട്ടുള്ള പച്ചക്കറിത്തോട്ടമാണത്. അപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു സുഖമാണ്. ക്ലാസ്സിൽ നമുക്ക് ജോലി ചെയ്യുമ്പോഴായാലും ഇത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ, പ്രകൃതി രമണീയമായ ഒരു ക്ലാസ് റൂം കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ പുറത്തെ കാഴ്ചകൾ കണ്ടിട്ട് ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അതും ഒരു രസകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ പാകിസ്ഥാനി കുട്ടികളുണ്ടായിരുന്നു, ബംഗ്ലാദേശി കുട്ടികളുണ്ടായിരുന്നു, മലയാളികളുണ്ടായിരുന്നു, ഇന്ത്യയിലെ തന്നെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളും എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. വളരെ വൈവിധ്യമാർന്നൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ എൻ്റേത്. നല്ല കുട്ടികളായിരുന്നു. ഇന്നും ഞാൻ ഓർക്കുന്നു, ആ ഒരു അധ്യയന വർഷം കഴിഞ്ഞിട്ട് കുട്ടികൾ എനിക്ക് തന്നിട്ടുള്ള കുറേ സമ്മാനങ്ങൾ ഇന്നും എൻ്റെ കയ്യിലുണ്ട്. ഇന്നും ഞാൻ ഉപയോഗിക്കുന്ന ഒരു പേഴ്സ് എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന പാകിസ്ഥാനി കുട്ടി രസ്വി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നും ഓർക്കുകയാണ്. രസ്വി എനിക്ക് തന്നിട്ടുള്ളൊരു ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ള ഒരു പേഴ്സാണ് ഇന്നും ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു കേട്ടോ അത്. പക്ഷെ അതിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള, ഞാൻ കണ്ട ഒരു വിഷമകരമായൊരു കാഴ്ചയാണ് ഇന്ന് ഞാൻ പങ്കുവെക്കാൻ പോണത്. അപ്പം എൻ്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഏകദേശം ഒരു രൂപം ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തന്നല്ലോ. അപ്പോൾ വളരെ രസകരമായിട്ട് ഒരു അധ്യയന വർഷം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം എൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, മാത്സ്, സയൻസ് അങ്ങനെ മെയിൻ സബ്ജക്റ്റാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ രാവിലത്തെ സെക്ഷനിൽ 4 പീരീഡും ഉച്ചക്കലത്തെ സെക്ഷനിൽ 3 പീരീഡും അങ്ങനെയായിരുന്നു. പിന്നെ അവിടുത്തെ ഗൾഫ് രാജ്യങ്ങളിലെ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അതിരാവിലെ ക്ലാസ് തുടങ്ങിയിട്ട് 2-2:30 ആകുമ്പോഴേക്കും ക്ലാസ് കഴിയുന്ന ഒരു സിസ്റ്റമാണ് അവിടുത്തേത്. അപ്പോൾ രാവിലത്തെ സെക്ഷനിൽ എൻ്റെ മിക്കവാറും പീരീഡുകളൊക്കെ കഴിയും. ഉച്ചക്കലത്തെ സെക്ഷനിലാണ് എല്ലാ കുട്ടികൾക്കൊക്കെ ഒരു ശ്രദ്ധ കുറയുന്ന ഒരു സമയമാണല്ലോ ഉച്ചക്കലത്തെ സെക്ഷൻ. അപ്പോൾ ആ സമയത്താണ് PT, സ്വിമ്മിങ്, അറബി, ഉറുദു അങ്ങനെ ഓരോരുത്തർക്കുമുള്ള സെപ്പറേറ്റ് സബ്ജക്റ്റുകളൊക്കെ ഉണ്ടായിരുന്നത് ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള പീരീഡുകളിലായിരുന്നു. ഒരു ദിവസം എനിക്ക് എൻ്റെ ക്ലാസ്സിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂഷന് പോകേണ്ടി വന്നു. എന്താണെന്ന് വെച്ചാൽ സ്വിമ്മിങ്
പീരീഡ് ഉണ്ടായിരുന്നില്ല, ആക്ടിവിറ്റി പീരീഡ് അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ തന്നെ എനിക്ക് സബ്സ്റ്റിറ്റ്യൂഷന് പോകേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് ഒരു കുട്ടി, പേരോ നാഷണാലിറ്റിയോ ഒന്നും ഞാൻ പറയുന്നില്ല, ആ ഒരു കുട്ടി ക്ലാസ്സിലിരുന്നിട്ട് ഉറങ്ങുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ ക്ലാസ്സിൽ ബെഞ്ചിന്മേ ഇങ്ങനെ തല ചാരി വെച്ചിട്ട് അവൻ ഒരു പ്രത്യേക രീതിയിൽ അവൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട്, ഫേസ് എക്സ്പ്രഷനൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ സീറ്റിലിരുന്നിട്ട് കുട്ടികളോട് പടം വരയ്ക്കാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് ഈ കുട്ടിയുടെ പെരുമാറ്റത്തിലുള്ള ഒരു വ്യത്യാസം എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. അപ്പം അങ്ങനെ ഞാൻ അവനെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. അപ്പം ഞാൻ കരുതിയത് ഇവൻ ഇങ്ങനെ തല കറങ്ങിയിട്ട് ബാക്കിലേക്ക് വീഴാൻ പോണ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ ആ കുട്ടീനെ നമുക്ക് ടിൻഡു എന്ന് പേര് വിളിക്കാം. അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു, മോനെ എന്ത് പറ്റി? അപ്പോൾ ഈ കുട്ടിയാണെങ്കിൽ ഞാൻ എന്ത് പറയുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. മറ്റു കുട്ടികളും അവനെ വിളിക്കുന്നുണ്ട്, പക്ഷെ അവൻ അതൊന്നും കേൾക്കുന്നില്ല. അവൻ ഏതോ ഒരു സ്വപ്നം കണ്ട് കിടക്കുന്ന പോലെയാണ് അവൻ ക്ലാസ്സിലിരുന്നിരുന്നത്. അപ്പോൾ എനിക്ക് എന്തോ കണ്ടപ്പോൾ പേടിയായി. ഇപ്പം ഞാൻ ഓടിച്ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ ഞെട്ടിത്തരിച്ചു പോയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ലാത്തൊരു അവസ്ഥ. പെട്ടെന്ന് ഞാൻ ആകെ പരിഭ്രാന്തി, ഞാൻ ആകെ വേർത്തു. ഞാൻ കണ്ട കാഴ്ച എനിക്ക് പറയാൻ പറ്റില്ല. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. എങ്ങനെയാ അത് പറയാമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇതിലും കൂടുതലായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആ പീരീഡ് കഴിഞ്ഞ് ബ്രേക്ക് ടൈമായി. എന്തോ ഒരു ഭാഗ്യത്തിന് ബ്രേക്ക് ടൈമായി. കാരണം ഞാൻ ആകെ പേടിച്ചു. ഈ കുട്ടി ചെയ്യുന്ന ഈ കാര്യം മറ്റു കുട്ടികൾ കണ്ടാലുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് ഓർത്തപ്പോൾ എനിക്ക് പേടി. ഞാൻ അവരുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് പെട്ടെന്ന് നോക്കി. ഞാൻ പറഞ്ഞു, നിങ്ങൾ വേഗം ടോയ്ലറ്റിലേക്ക് പൊക്കോ, ലൈനായിട്ട് പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ കുട്ടികളും ഞാൻ വിട്ടു. അപ്പോൾ ബ്രേക്ക് ടൈം ആയല്ലോ, അപ്പോൾ ആകെ ബഹളം കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഈ ടിൻഡു എന്ന് പറഞ്ഞ കുട്ടി കുറച്ച് അവൻ യാഥാർത്ഥ്യത്തിലേക്ക് വന്നു. ചുറ്റുപാടിനെ കുറിച്ചൊക്കെ അവനൊന്ന് ബോധവാനായി. അങ്ങനെ പിന്നെ ആ സംഭവം കഴിഞ്ഞു. എന്നാലും ഞാൻ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് എന്തോ ഒരു പന്തികേടും കാര്യങ്ങളും, എനിക്ക് ടെൻഷനായിട്ടോ. അപ്പം ഞാൻ ഹസ്ബൻഡായിട്ട് ഇതൊന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞു, നീ എന്താ ഈ പറയണേ, 1ാം ക്ലാസ്സിലെ കുട്ടിയാണോ, നീ എന്താ ഈ പറയണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞാനത് വിട്ടു. പിന്നെയും 2 ദിവസം കഴിഞ്ഞിട്ട് എന്തോ ഒരു കാരണത്താൽ ഈ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഈ ഒരു 6ാമത്തെ പീരീഡ് വീണ്ടും എനിക്ക് എൻ്റെ ക്ലാസ്സിലേക്ക് പോകേണ്ടി വന്നു. അപ്പോഴും ഞാൻ നോക്കിയപ്പോൾ ഈ സെയിം സംഭവം തന്നെ ഈ കുട്ടി ആവർത്തിക്കുകയാണ്. അപ്പം ഞാൻ ഉടനടി എൻ്റെ അപ്പുറത്തെ ക്ലാസ്സിലെ ടീച്ചറെ വിളിച്ചു, റിൻസിയ മാമിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ടീച്ചറെ ഈ ഒരു കുട്ടീനെ ഒന്ന് നോക്കൂ, എനിക്ക് അവൻ്റെ പ്രവൃത്തിയിൽ എന്തോ ഒരു വൈരുദ്ധ്യം തോന്നുന്നുണ്ട്, ടീച്ചർ ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ അവിടെയൊക്കെ AC ഉണ്ടല്ലോ ക്ലാസ്സിൽ. അപ്പോൾ ഡോറുമ്മ തന്നെ ഡോർ അടയ്ക്കാൻ പറ്റും, ക്ലാസ്സിൻ്റെ ഡോർ അടയ്ക്കാൻ പറ്റും. അപ്പോൾ ഡോറുമ്മ തന്നെ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഉണ്ട്. കാരണം പ്രിൻസിപ്പളിനോ സൂപ്പർവൈസറിനോ ഒക്കെ വന്ന് നമ്മുടെ ക്ലാസ് ഒബ്സർവ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ചില്ലിൻ്റെ ഒരു ഗ്ലാസ് ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ ഞങ്ങൾ 2 പേരും കൂടി, ഞാനും റിൻസിയ മാമും കൂടിയിട്ട് ഈ കുട്ടി ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസം ഞങ്ങളൊന്ന് പുറത്തുനിന്ന് ഒബ്സർവ് ചെയ്തു. അപ്പോൾ ടീച്ചർക്കും അതിലെന്തോ ഒരു പന്തികേട് തോന്നി. അപ്പോൾ ഉടനടി ഞങ്ങൾ 2 പേരും സൂപ്പർവൈസർ ചെന്ന് കണ്ടു. സൂപ്പർവൈസറോട് ഞങ്ങൾ എങ്ങനെ പറയാമെന്ന് നമുക്കറിയില്ല, ഒരുവിധം ഞങ്ങളങ്ങനെ പറഞ്ഞു ഒപ്പിച്ചു. സൂപ്പർവൈസറിന് മനസ്സിലായോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എങ്കിലും സൂപ്പർവൈസർ എന്നെ കണ്ടമാനം വഴക്ക് പറഞ്ഞു. താൻ എന്താ ഈ പറയണേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, തനിക്ക് തെറ്റിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ കണ്ടമാനം ചീത്ത പറഞ്ഞു. അപ്പം ഞാൻ ആകെ ഹ്യൂമിലിയേറ്റ് ഞാൻ തിരിച്ചു പോന്നു. വീണ്ടും നമ്മുടെ മനസ്സിലിങ്ങനെ ആകുലതയാണ്, ഇത് അങ്ങനെയൊക്കെ ചെയ്യൂ കുട്ടികൾ, അങ്ങനെയൊക്കെ തോന്നി. പിന്നെ ഞാനത് വിട്ടു. അപ്പം ഞാൻ സൂപ്പർവൈസറോട് പറഞ്ഞു, മാം എപ്പോഴെങ്കിലും ഫ്രീ ഉണ്ടെങ്കിൽ എൻ്റെ ക്ലാസ്സിലേക്ക് വരൂ, 6ാമത്തെ പീരീഡ് എൻ്റെ ക്ലാസ്സിലേക്ക് വന്നു എന്ന് നോക്കൂ. ഞാൻ ക്ലാസ്സിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും എനിക്ക് വേറെ പീരീഡോ അല്ലെങ്കിൽ ഫ്രീ പീരീഡോ എന്തെങ്കിലും ആയിരിക്കുമല്ലോ 6ാമത്തെ പീരീഡ്. അപ്പോൾ ടീച്ചർ ഒന്ന് വന്ന് നോക്കൂ എന്ന് പറഞ്ഞു ഞാൻ സൂപ്പർവൈസറോട്. അങ്ങനെ പുള്ളിക്കാരി പിറ്റേ ദിവസം വന്നു കേട്ടോ. പിറ്റേ ദിവസം 6ാമത്തെ പീരീഡ് വന്നു.
ഒബ്സർവ് ചെയ്തു. ഞാൻ പറഞ്ഞതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു. ടീച്ചർ വന്ന് നോക്കി, സൂപ്പർവൈസർ വന്ന് നോക്കി. അപ്പോൾ പുള്ളിക്കാരിക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട്, മറ്റു ടീച്ചേഴ്സൊക്കെ കൂടിയിട്ട് ഇവനെ വിളിച്ചു. അവനോട് കാര്യങ്ങളൊക്കെ തിരക്കി, കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഒരക്ഷരം ആ കുട്ടി മിണ്ടിയില്ല കേട്ടോ. അപ്പം അവനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ആ ക്ലാസ്സിലെ ഏറ്റവും മുതിർന്ന കുട്ടിയാണ്. 8 വയസ്സുള്ള ഒരു കുട്ടിയാണ് അവൻ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ബാക്കി എല്ലാ കുട്ടികളും 6.5 വയസ്സ് 7 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളായിരുന്നു. ഇവൻ മാത്രം 8 വയസ്സുള്ള നല്ല ഹൈറ്റൊക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു. പിന്നെ അവനൊരു പ്രത്യേക സ്വഭാവം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവന് കംഫർട്ടായിട്ടുള്ള വേറൊരു കുട്ടിയുണ്ട്. അവൻ്റെ ഒരു രാജ്യത്തു നിന്നുള്ള കുട്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ മാത്രമായിരുന്നു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നത്. ബാക്കി കുട്ടികളോടൊന്നും അങ്ങനെ ഒരു കമ്പനി അവനുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ നന്നായി വരയ്ക്കുമായിരുന്നു. അപ്പോൾ അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഈ കുട്ടീനെ ഒരു അനിയനെ പോലെ കൊണ്ടു നടക്കും. എപ്പോഴും അവൻ്റെ കൂടെ നടക്കുള്ളൂ, അവൻ്റെ കൂടെ ഇരിക്കുള്ളൂ, അങ്ങനെയായിരുന്നു. അപ്പം നമ്മളവരുടെ കൂട്ട് വിടിയിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. എല്ലാവരുമായിട്ട് ഇടപെടാനൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷെ അവന് ഇവൻ്റെ കൂടെ മാത്രമായിരുന്നു കംഫർട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് അവനൊരു മുതിർന്ന കുട്ടിയായിരുന്നു. ബാക്കി കുട്ടികളെ അപേക്ഷിച്ച് അവനൊരു മുതിർന്ന കുട്ടിയായിരുന്നു എന്നാണ് ഞാൻ പറയാൻ വന്നത്. അപ്പം ഞങ്ങൾ ചോദിക്കുമ്പോൾ പല രീതിയിൽ ഞങ്ങൾ തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചു. എന്താ ചെയ്തത്, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, നീ എന്താ ചെയ്തതെന്നൊക്കെ ഞങ്ങൾ തിരിച്ചും മറിച്ചും ചോദിച്ചു. പക്ഷെ അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ സ്കൂളിൽ, ഞങ്ങളുടെ സെക്ഷനിലല്ല, സ്കൂളിന് മൊത്തമായിട്ട് ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കുട്ടീനെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. അപ്പം ഞങ്ങൾ ടീച്ചേഴ്സ് തമ്മിലിങ്ങനെ ഡിസ്കസ് ചെയ്യാണ്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമ്മുടെ വീട് പോലെയല്ലല്ലോ, ഫ്ലാറ്റ് അല്ലേ. അപ്പോൾ ഒരു ഫ്ലാറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അച്ഛനമ്മമാരുടെ ശ്രദ്ധക്കുറവ് മൂലം എന്തെങ്കിലുമൊക്കെ അറിയാതെ കുട്ടി കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെ അതിൻ്റെ സ്വാധീനം കൊണ്ടായിരിക്കും കുട്ടി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവാന്നൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിസ്കസ് ചെയ്യാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ സംഭവം എന്നുള്ളത് സൈക്കോളജിസ്റ്റ് തഞ്ചത്തിലും അതിൻ്റേതായ രീതിയിലൊക്കെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് എന്താണ് യഥാർത്ഥ സംഭവം എന്നുള്ളത്. സംഭവം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഞെട്ടും. അതാണ് നമ്മുടെ വിഷയം. കുട്ടി ഈ കാര്യം കണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം മനസ്സിലാക്കിയത് സ്കൂൾ ബസ്സിൽ വെച്ചിട്ടാണ്. സ്കൂൾ ബസ്സിൽ വലിയ വലിയ ചേട്ടന്മാർ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ മുൻപിൽ വെച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ കുട്ടികളെ ചെയ്യിപ്പിക്കുന്നതോ എങ്ങനെയാണെന്നറിയില്ല. അങ്ങനെയാണ് ഈ കുട്ടി ഈ കാര്യം മനസ്സിലാക്കിയതെന്നാണ് സൈക്കോളജിസ്റ്റിനോട് കുട്ടി പറഞ്ഞത്. ശരിക്കും ഞങ്ങളെല്ലാവരും ഷോക്കിംഗ് ആയി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കുട്ടികളെ നമ്മൾ എത്രത്തോളം സൂക്ഷിച്ച് വളർത്തിയാലും അവരവരുടെ ചുറ്റുപാടിൽ നിന്ന് കാണുന്ന കാര്യങ്ങളായാലും മനസ്സിലാക്കുന്ന കാര്യങ്ങളായാലും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ വളരെ ശ്രദ്ധാപൂർവം അവർ ആരോടാണ് ഇടപഴകുന്ന സമൂഹം ശരിയാണോ, അല്ലെങ്കിൽ കാണുന്ന കാഴ്ചകളിലുള്ള ശരിയും തെറ്റും വേർതിരിച്ചെടുക്കാനുള്ള ഒരു അറിവ് നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം. ഞാൻ പറഞ്ഞ കാര്യത്തിൽ, അല്ലെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിച്ച കാര്യത്തിൽ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് സൂപ്പർവൈസർ ആയാലും സൈക്കോളജിസ്റ്റ് ആയാലും മറ്റ് അധ്യാപകരായാലും കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള മെൻ്റലി ആൻഡ് ഫിസിക്കൽ സപ്പോർട്ട് എല്ലാവരും തന്നെ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സിലിരുന്നിട്ട് ഈ കുട്ടി ഇത് ആവർത്തിച്ചിട്ടില്ല കേട്ടോ. അപ്പം എനിക്കുണ്ടായിരുന്ന മറ്റൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് പാരൻസിനെ എങ്ങനെ അറിയിക്കും എന്നുള്ളതായിരുന്നു. പക്ഷെ അറിയിക്കാതിരിക്കാനും വയ്യ. അപ്പോൾ നമ്മൾ വേറെ വല്ല പാരൻസിനോടാണ് ഇത് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അവരൊന്നില്ലെങ്കിൽ സ്കൂളിനെ കുറ്റം പറയും, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ, അല്ലെങ്കിൽ അധ്യാപകരെ ഒക്കെ കുറ്റപ്പെടുത്താനുള്ള സാധ്യത വളരെ അധികം ഉണ്ട്. പക്ഷെ ഈ ഒരു കുട്ടിയുടെ അമ്മ ഇത് അക്സെപ്റ്റ് ചെയ്തു. അവർ മറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം നമ്മുടെ മക്കളെ കുറിച്ചാണ് ഇങ്ങനൊരു വാർത്ത കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മളാകെ തകർന്നു പോകുമല്ലോ. അതുപോലെ ആ അമ്മയ്ക്ക് ഉണ്ടാവുന്നൊരു മാനസികമായൊരു തകർച്ച ഞാൻ മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരുവിധം സമാധാനപ്പെടുത്തി മയത്തിലാണ് ഈ അമ്മയോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. എങ്ങനെയോ എനിക്ക് അന്ന് അതിന് സാധിച്ചു. പക്ഷെ ഈ സംഭവം ഉണ്ടായപ്പോൾ ഞാനതിനെ കുറച്ചൊന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കി. ഇന്നാണ് ഇതെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെത്താനെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നു.
പക്ഷെ അന്ന് ആ സമയത്ത് ഞാനൊരു യങ് ടീച്ചറായിരുന്നു. എനിക്കിതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നോ എന്ത് പരിഹാരം കാണണമെന്നോ ഒന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അതെല്ലാവരോടും പറഞ്ഞ് അറിയിക്കേണ്ടി വന്നു. ഇന്നാണെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും എന്നെക്കൊണ്ട് സ്വയം പ്രശ്ന പരിഹാരം കണ്ടെത്താനായിട്ട് എനിക്ക് സാധിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്താതിരിക്കുക. നമ്മൾ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലത്ത് ഇത് നടന്നത് 2016 ഇന്ന് കാലം പിന്നെയും കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മകൻ അന്ന് എനിക്ക് കുട്ടിയില്ല. ഇന്ന് എൻ്റെ മകൻ വളർന്ന് 1ാം ക്ലാസ്സിലെത്തി. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഈ കാര്യം ഓർമ്മ വന്നതും ഇതെല്ലാവരുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്നും തോന്നിയത് ഈ ഒരു അവസരത്തിലാണ്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ കമൻ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. താങ്ക് യു സോ മച്ച്.